ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചാണ്. എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്? നമ്പേഴ്സ് ലെസ് ദാൻ 0 ഈസ് കോൾഡ് നെഗറ്റീവ് നമ്പേഴ്സ്. 0-ൽ താഴെയുള്ള സംഖ്യകളെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പറിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. വളരെ എളുപ്പത്തിൽ ഇത് പഠിക്കാവുന്നതാണ്. കല്യാണത്തിന് പോയി ഇത് പഠിക്കാം. ഓക്കെ, അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 3 + -10. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസും മൈനസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു മൈനസ് ആണ് ടോട്ടൽ വരുന്നത്. 3 - 10 ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കല്യാണത്തിന് പോകുന്ന ട്രിക്ക് ഇങ്ങനെയാണ്. പ്ലസ് എന്ന് പറയുന്നത് ആണാണ്, മൈനസ് എന്ന് പറയുന്നത് പെണ്ണാണ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഇവരിൽ കല്യാണം കഴിച്ച് ബാക്കി വരുന്നതാണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ ഒരു നമ്പറിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നതാണ് അതിന്റെ സൈൻ. അപ്പോൾ ഇവിടെ 3യുടെ ഫ്രണ്ടിൽ ഒന്നുമില്ല, എന്നാലും അത് പ്ലസ് ആണ്. അപ്പോൾ 3 ആണും ഉണ്ട്, 10 പെണ്ണും ഉണ്ട്. 3 ആണ് 3 പെണ്ണിനെ കല്യാണം കഴിക്കും, ബാക്കി 7 പെൺകുട്ടികൾ. അതാണ് -7 കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ അതിന്റെ റൂൾസ്. വളരെ സിമ്പിളാണ്. അഡീഷനും സബ്ട്രാക്ഷനും ഈ വിധം എളുപ്പമാണ്. ഇനി വേറൊരെണ്ണം നോക്കാം. -4 - 6. ഇവിടെ എങ്ങനെയാണ്? 4 പെൺകുട്ടികൾ, 6 പെൺകുട്ടികൾ. കല്യാണം കഴിക്കാൻ ആരുമില്ല, സോ 10 പെൺകുട്ടികൾ. ഇനി -4 + 6. 4 പെൺകുട്ടികൾ, 6 ആൺകുട്ടികൾ. 4 പെൺകുട്ടികൾ, 4 ആൺകുട്ടികളെ കല്യാണം കഴിക്കും, ബാക്കി അവിടെ 2 ആൺകുട്ടികൾ. ഇങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നോക്കാം. 5 × 7 = 35. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 5 × -7 എത്രയാണ്? ചോദ്യത്തിൽ ഒരു മൈനസ് ആണുള്ളതെങ്കിൽ ഉത്തരത്തിൽ ഒരു മൈനസ് ഉണ്ടാകും, -35. നേരെ തിരിച്ചു എഴുതാം. -7 × 5 = -35. -7 × -5. 2 മൈനസ് ഒരുമിച്ച് വന്നാൽ അത് പ്ലസ് ആകും, അതായത് 35 ആണ് അതിന്റെ ആൻസർ. ഇനി നേരെ തിരിച്ച് അതിന്റെ ഡിവിഷനും കൂടി നോക്കാം. 35/7 എത്രയാണ്? 5 ആണ്. 35/-7 എത്രയാണ്? -5 ആണ്. -7 × -5 ആണ് 35. -35/7 എത്രയാണ്? -5 ആണ്. -5 × 7 ആണ് -35. -35/5 = -7. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യുക. ആൻഡ് താങ്ക് യു.